ഇദ്ദേഹം ഫുട്ബോളിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പാപ്പച്ചൻ സാറാണ് നമ്മുടെ ഷോപ്പിലോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളിൽ എന്ന് പറയാം, അതാണല്ലോ സത്യം. ഓക്കെ, അദ്ദേഹമാണ് എൻ്റെ ഷോപ്പിലോട്ട് വന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് സാർ, വലിയ സന്തോഷം. ഓക്കെ, ഇത് അതേപോലെ ഇത് നമുക്കൊരു നമ്മുടെ തൃശ്ശൂരിലൊരു ബെസ്റ്റ് ടൗൺ പോലീസ് അവിടെ നിന്നാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇവരെല്ലാം അറിയുന്ന ആൾക്കാരാണ്. ഇദ്ദേഹം എത്ര പോസ്റ്റിലുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരാധനയോടാണ് ഇവിടെ ഇരിക്കുന്നത്. അതൊരു സത്യമായിട്ട് വാക്കല്ലേ? ഇല്ലേ? അപ്പോൾ എന്തായാലും വന്നതിൽ വലിയ സന്തോഷം. എങ്ങനെയാണ് നമ്മുടെ ആക്ച്വലി ഞാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് ഇപ്പോൾ ഈ ഷോപ്പിൽ കയറിയത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അനിൽ നിൽക്കുന്നു. അപ്പോൾ അനിലിനെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അനിലിൻ്റെ പെട്ടെന്ന് ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ കൂത്താമ്പള്ളിക്ക് പോകരുത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വന്ന് കൂത്താമ്പള്ളി കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ഷോപ്പിൽ കയറിയത്. വന്നു, എനിക്കിഷ്ടമായി. ഞാൻ ഇന്ന് ഒരു പർച്ചേസിനുള്ള മൂഡല്ലായിരുന്നു. പക്ഷേങ്കിലും ഈ കൂത്താമ്പള്ളി എന്നുള്ള പേര് പണ്ട് മുതലേ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഏത് ഷോപ്പെന്ന് എനിക്കറിയില്ല. അപ്പോൾ അനിൽ പറഞ്ഞു ഇത് അവൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അതിപ്പോൾ പരിചയപ്പെട്ട് വെങ്കിട്ടരാമൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കയറി ഞാൻ 2 സാരിയും 2 ചുരിദാറും എടുത്തു. വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ സെലക്ഷൻ കുറേ ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് ഇച്ചിരി തിരക്ക് കൂടുതലായതുകൊണ്ട് നമ്മൾ സെലക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കി. തീർച്ചയായിട്ടും ഞാനിനി ഞാൻ പറയും ഇവിടെ പോയാൽ എൻ്റെ കെയർ ഓഫ് നിങ്ങളിവിടെ വെങ്കിട്ടരാമനെ കാണുമെന്ന് ഞാൻ പറയാം. തീർച്ചയായിട്ടും എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയി. കാരണം ഞാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇന്നത്തെ വരവാണ്, ഇതിനു വേണ്ടി വന്നതല്ല. പക്ഷെ അതൊരു ഹാപ്പിയായി. കാരണം നമുക്കൊരു പുതിയൊരാളെ പരിചയപ്പെടാനും ഈ ഷോപ്പിൽ വരാനും പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ് പിന്നെ സന്തോഷം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ റിട്ടയറായി. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് SP ആയിട്ട് പോലീസ് അക്കാഡമി റിട്ടയറായി 2 വർഷമായി. പുള്ളിക്കാരൻ ഇപ്പോഴും സർവീസിലിരിക്കുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു ഇതായിട്ട് വന്നിട്ടുള്ളതാണ്, കല്യാണം ആവശ്യമായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ്, സുഹൃത്തുക്കളും പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഞാനത് അന്വേഷിച്ചപ്പോൾ ഇതൊരു നല്ല ഷോപ്പാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പാപ്പച്ചൻ സാറ്. അദ്ദേഹത്തിന് കാണാൻ പറ്റി. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്യാപ്റ്റന് റിട്ടയർ ആയ ആളാണ്. പക്ഷെ ഇപ്പോഴും ആൾ വളരെ യങ് ആയിട്ടിരിക്കുന്നുണ്ട്. നേരിൽ കാണാനായിട്ട് പറ്റിയ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ പാപ്പച്ചൻ സാറ് കഴിഞ്ഞിട്ട് വേറൊരു ആളില്ല. അപ്പം ഞാനിവിടെ വന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ട് ഞങ്ങൾ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നലെ കുറേ സാരി മറ്റുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഇവിടെ വെങ്കിട്ടരാമൻ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഇദ്ദേഹം ആയാലും ഇദ്ദേഹത്തിൻ്റെ വൈഫായാലും വരുന്ന ആളുകളെടുത്ത് വളരെ ബെറ്ററായിട്ട് പെരുമാറുകയും അതുമാത്രമല്ല നമുക്ക് ഏതാണോ ആവശ്യം ആ ഫോട്ടോ വരെ നോക്കിയിട്ട് കൃത്യമായിട്ട് ആ സാധനം അതിൻ്റെ ആളുകൾ പറഞ്ഞ് നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു പർച്ചേസ് മൂഡ് തന്നെയാണ് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ ഇന്നലെ വന്നു പോയ ആളാണ്, വീണ്ടും ഞാൻ ഇന്ന് വന്നു. അപ്പം അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുത്തമ്പള്ളി ഗ്രാമത്തിൻ്റെ ഏറ്റവും എൻഡിലെടുക്കുന്ന ഒരു ഷോപ്പാണ്. എങ്കിലും ഞാനിവിടെ നോക്കുക തൃശ്ശൂരുള്ള അതിനേക്കാളും കണ്ടമാതിരി വാഹനങ്ങളും ജനങ്ങളും നല്ല തിരക്കുണ്ട്. എന്നാൽ കൂടി നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സാധനങ്ങൾ, സാരികൾ ഇപ്പോൾ വെഡ്ഡിങ് സാരി ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും വളരെ നല്ല രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പൈസയുടെ കാര്യത്തിലൊക്കെ വളരെ കുറവാണ്. മറ്റുള്ള സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൈസ കുറവുണ്ട് ഇവിടെ. അപ്പം എല്ലാം കൊണ്ടും ഇപ്പോൾ വെങ്കട്ടരാമൻ്റെ കാര്യമായാലും അദ്ദേഹത്തിന് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് എല്ലായിടത്തും ഓടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അതിന് ഫോട്ടോ കാണുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പറയുമ്പോഴേക്കും അവർ അതിൻ്റെ രീതിയിലുള്ള സാധനം നമുക്ക് എത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെങ്കട്ടരാമന് മറ്റു കാര്യങ്ങളായാലും എല്ലാ കാര്യത്തിലും ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇവർ 2 പേരും ഒരേപോലെ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് പറയത്തക്ക നല്ല സ്റ്റാഫുകളാണ്. എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 2ാമത്തെ ദിവസം വീണ്ടും പിടിക്കാനും വരാനുള്ള കാരണം. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം പാപ്പച്ചൻ സാറെ കണ്ടതിൽ, വെങ്കിട്ടരാമനെ പരിചയപ്പെട്ടതിൽ. അപ്പോൾ ഇനിയും ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായാലും മറ്റുള്ള ആളുകളായാലും ഞാൻ ഇവിടേക്ക് ഒരു സജഷൻ കൊടുക്കും. നല്ലൊരു ഷോപ്പാണ്, നിങ്ങൾ വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വെങ്കിട്ടറാം ടെക്സ്റ്റൈൽ, ആക്ച്വലി നമ്മുടെ ശിവറാം ടെക്സ് അച്ഛൻ്റെ പേരാണ്.